പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രാവിലെ ശാലോമിൻ്റെ മാഗസിൻ കിട്ടി. അതിൻ്റെ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ അതിൽ ഒരു സൗന്ദര്യമുള്ള ഭാര്യയും ഭർത്താവിനെയും തിരഞ്ഞെടുത്ത ഒരു കാര്യം, പഴയ കൂട്ടുകാരുടെ മുൻപിൽ ചെന്നപ്പോൾ ഒന്നിച്ചു പഠിച്ചവർ ഒന്നിച്ചു കൂടിയവരുടെ ഇടയിൽ ഒരു സുന്ദരനെയും സുന്ദരിയെയും തിരഞ്ഞെടുത്തപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെയും കണ്ടെത്തി അവർക്ക് പ്രൈസ് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, അവർ സൗന്ദര്യത്തോടെ തിരഞ്ഞെടുക്കാൻ കാരണം അവർ സദാ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലും അവരങ്ങനെ രാവിലെയും വൈകുന്നേരവും ഭാര്യയും ഭർത്താവും മാറി മാറി ഇരിക്കുന്നതാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ്. കാരണം കാലിത്തൊഴുത്തിൽ ജനിച്ച ഈശോയേക്കായി കാണാൻ പൂർണ്ണ സൗന്ദര്യമുള്ളവൻ കാൽവരിയിൽ കിടന്ന കർത്താവാണ്. ലോകത്തിന്ന് നന്മ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മുഖം ഒരു മാലാഖയുടെ മുഖം പോലെ നിഷ്കളങ്കമാണ്, സംശയമൊന്നും വേണ്ട. നിസ്വാർത്ഥമായ സ്നേഹം പങ്കുവയ്ക്കുന്നിടത്തോളം സൗന്ദര്യം വേറൊന്നുമില്ല. മദർ തെരേസയെ കണ്ടാൽ മുഖമെല്ലാം എങ്ങനെയായിരുന്നത്? വെയിൽ കൊണ്ടുണങ്ങിയ പാടത്തെ വിള്ളൽ പോലെ വിള്ളൽ വീണ ആ അമ്മയുടെ സൗന്ദര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നമ്മളൊക്കെ? അത്ഭുതപ്പെട്ടിട്ടില്ലേ ആ മുഖം കണ്ടിട്ട്? എന്ത് സൗന്ദര്യമാണെന്നല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെ കോട്ടയത്ത് നവജീവൻ ട്രസ്റ്റിൻ്റെ നമ്മുടെ തോമസ് ചേട്ടനെ ഒന്ന് ഓർത്തേ. ആ മനുഷ്യനെ കണ്ടാൽ എന്താ സൗന്ദര്യക്കുറവ്? എന്തൊരു സൗന്ദര്യമാണത്! ഉള്ളിൽ സ്നേഹം നിറഞ്ഞൊഴുകുന്ന ഒരു വ്യക്തി, ആ സ്നേഹം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, സഹജീവിക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്ന വ്യക്തി. എൻ്റെ അമ്മ, ഞങ്ങൾ 11 മക്കളാ. എൻ്റെ അമ്മയെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും, അമ്മയൊരു സുന്ദരിയാ. എൻ്റെ അമ്മയായതുകൊണ്ട് പറയുന്നതല്ല, വേറെ പലരുടെയും അമ്മമാരെ, കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുത്ത് ബലിയായി തീർന്ന പല ജീവിതങ്ങൾക്കും ഉള്ള സൗന്ദര്യം ഈ തൊലി വെളുത്ത അല്ലെ മുഖം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലുള്ളൊരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ്, അല്ലേ? ഒരു ആത്മീയ ജീവിതത്തിൽ സൗന്ദര്യം കാണുന്നത് ശരീരത്തിനോ മനസ്സിനോ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ ഒത്തിരി നന്മയുണ്ട് കേട്ടോ, സംശയമൊന്നും വേണ്ട. അതിന് പരിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തിയും കൃപയും മോശമാണെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. അതിലൊക്കെ എത്രയോ വിലയുള്ളതാണ് ബലിയായി തീരുന്ന ഒരപ്പൻ്റെ സൗന്ദര്യം, ബലിയായി തീരുന്ന ഒരമ്മയുടെ സൗന്ദര്യം. അത്രയും സൗന്ദര്യമൊന്നും വേറെ എങ്ങും ഇല്ല. കാരണം മക്കൾക്ക് വേണ്ടി ബലിയാകുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവരെ സ്നേഹിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന മക്കളുടെ സൗന്ദര്യം പൂക്കളുടെ സൗന്ദര്യത്തെക്കാൾ മനോഹരമാണ്. സൗന്ദര്യം പറയുമ്പോൾ എപ്പോഴും ഒരാത്മീയ ദർശനത്തോടെ ആയിരിക്കുക എന്നുള്ളത് ഒത്തിരി നല്ലതാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നാൽ കണിശമായിട്ടും കേട്ടോ, അക്കാര്യത്തിൽ ഞാൻ എതിരൊന്നും ഒരിക്കലും പറയത്തില്ല. കാരണം പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ച് ചിറങ്ങി വരുന്നവൻ്റെ മുഖത്തിനൊരു പ്രകാശമുണ്ടാകും. പക്ഷേ ആ പ്രകാശം ജീവിതത്തിൽ പങ്കുവയ്ക്കുകയില്ലെങ്കിൽ എവിടെയോ ടോർച്ചടിക്കുമ്പോൾ കാണുന്നൊരു വെട്ടം പോലെയാണ് ആ സൗന്ദര്യം. ആത്മാവിൽ നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, മക്കൾക്ക് വേണ്ടി ബലിയായി തീരുന്നതിൻ്റെ, വെയിൽ കൊണ്ട് വിയർപ്പുമായി കയറി വരുന്ന ഒരപ്പൻ്റെ ആരോഗ്യത്തിലെ സൗന്ദര്യം, വേദനകളേറ്റ് മക്കളെ പെറ്റു വളർത്തിയ ഒരമ്മയുടെ സൗന്ദര്യം, അത്രയും സൗന്ദര്യമൊന്നും നമുക്ക് മറ്റെങ്ങും കാണാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ആത്മീയ ആഴങ്ങളിലേക്ക് വന്നാൽ ഒത്തിരി നന്നായിരിക്കും ഈ എഡിറ്റോറിയൽ. ഇത് അത്ര പോരാ എന്നെനിക്ക് തോന്നുന്നു, ഒരഭിപ്രായം പറയുകയാണ്. അപ്പോൾ നമ്മൾ കൊച്ചു ജീവിതങ്ങളിലെ വലിയ വലിയ സൗന്ദര്യം കണ്ടെത്തണം. കൊച്ചു മനുഷ്യരിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ കണ്ടെത്തണം. സഹജീവി സ്നേഹത്തിലൂടെ ദൈവസ്നേഹം പങ്കുവയ്ക്കുമ്പോൾ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ
ആ വാങ്ങിക്കുന്നവനുണ്ടാകുന്ന സന്തോഷം കണ്ട് സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം, അതാണ് അതിമനോഹരമായിട്ടുള്ളത്. ഈ ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. കമൻ്റ് ഇടണേ, നന്നായി കമൻ്റ് ഇടണേ. ആമേൻ.